നിന്നോട് ഒരു കണ്ണം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ വലിയ തെറ്റാണ് ചിന്നു. മുതലാളിമാർക്ക് എല്ലാത്തിനും ഒരു ന്യായം കാണും. പാവപ്പെട്ട പണിക്കാർക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ മാത്രമല്ലേ പറ്റൂ. നീ ചെല്ലടാ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? ബസ് കാത്ത് നിൽക്കുക. അത് നല്ല മാസ് കോമഡിയാ. ചേച്ചി ചാർലി ചാപ്ലിന്റെ അനിയത്തിയായിരുന്നല്ലേ? അല്ല, ചേച്ചിയാ. ഇത് ജനിച്ചപ്പോ തന്നെ ഇതുപോലെയായിരുന്നോ? സാരമില്ല, എന്റെ അനിയത്തി ദക്ഷ ഈ വീട്ടിലെ മരുമോളായി വന്ന് കയറിക്കോട്ടെ. ചേച്ചി അവള് കൈകാര്യം ചെയ്തോളൂ. ചേച്ചി അവള് എടുത്തിട്ട് ഒടുക്കും. സാറോ, സാറെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ലക്ഷ്മി മാഡത്തെ കാണാനാണ് വന്നതെങ്കിൽ മാഡം ഇപ്പം ഇവിടെ ഇല്ല. അവര് രമാദേവി മാഡത്തെ കാണാൻ പോയിരിക്കോ? ഞാൻ വന്നത് ഏട്ടത്തെ കാണാനല്ല, ചിന്നുനെ കാണാനാ. എന്നെയോ? സാറെന്തിനാ എന്നെ കാണുന്നേ? സാറിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ? സാർ എന്നെയല്ലേ കാണേണ്ടത്, ദക്ഷ മാഡത്തെയാ? ഞാനാകെ ഒറ്റപ്പെട്ടിരിക്കോ ചിന്നു. ആരും ഇല്ലാത്ത അവസ്ഥ എനിക്കിപ്പോ. അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് വന്നത്. സാർ എന്തൊക്കെയാ പറയുന്നേ? രണ്ടും അടപെടലം പെട്ടു. ഇതോടെ ചിന്നുന്റെ കഥ കഴിഞ്ഞു. പത്മവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുടെ അവസ്ഥയായിരിക്കും.
പുറത്തു വരുന്നത് ആത്മാവ് നഷ്ടപ്പെട്ട ചിന്നു ആയിരിക്കും. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഞാൻ പറഞ്ഞത് കള്ളല്ല ചിന്നു, സത്യ. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? അന്ന് നിങ്ങൾ ഇവിടുത്തെ ഡ്രൈവറാണെന്ന് പറഞ്ഞത് സത്യമായിരുന്നോ? ഈ വീട്ടിലെ ജോലിക്കാരിയായ എന്നോട് നിങ്ങൾ ഇവിടുത്തെ രമ മാഡത്തിന്റെ മകനാണെന്നുള്ള സത്യം മറച്ചു വെക്കേണ്ട കാര്യം എന്തായിരുന്നു? അത് നിങ്ങളുടെ മനസ്സിൽ കള്ളുള്ളതുകൊണ്ടല്ലേ? അല്ല, എനിക്ക് നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു. അത് എന്റെ ഇഷ്ടം സത്യമായിരുന്നു. അതുകൊണ്ടാണോ ഇപ്പോ? വേണ്ട, എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. മൈസാറ് ദയവ് ഇതൊന്ന് പോയി തരണം. ഞാൻ തന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തന്നെ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാ. നിന്നോട് ഒരു കള്ളം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതത്രയ്ക്ക് വലിയ തെറ്റാണ് ചിന്നു. മുതലാളിമാർക്ക് എല്ലാത്തിനും ഒരു ന്യായം കാണും. പാവപ്പെട്ട പണിക്കാർക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ മാത്രമല്ലേ പറ്റൂ. ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഒരു ജോലിക്കാരോട് പെരുമാറുന്ന പോലെ പെരുമാറിയിട്ടുണ്ടോ? ഇല്ലാത്ത മോഹങ്ങളൊക്കെ തന്നിട്ട് ഒടുവിൽ ഒറ്റയ്ക്കാക്കി പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു എന്നോടൊരു മുതലാളിയെ പോലെ പെരുമാറുന്നത്. ചിന്നു, നിന്നോട് ഞാൻ ഈ വീട്ടിലെ രമാദേവിയുടെ മകനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ഒരിക്കലും ഒരു അടുപ്പത്തിനും വരില്ലായിരുന്നു. നിന്നെ ഇഷ്ടം കിട്ടാതെ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എന്നിട്ട് ഇപ്പോഴോ? എനിക്ക് സാറിനോടൊന്നും സംസാരിക്കാനില്ല. ദയവ് ചെയ്തൊന്ന് പോയി തരുമോ? ചിന്നു, നീ എന്റെ മനസ്സൊന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കിയെടുത്തോളം മതി. പ്ലീസ് ഒന്ന് പോയി തരുമോ? മഹിയും ചിന്നുവും ഒരു മുറിയിൽ വാതിലടച്ചിരിക്കുകയാണെന്ന് മാത്രം അറിഞ്ഞാ മതി. ഇവിടെ പിന്നെ എല്ലാം തകരും. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ട്. മന്ത്രിയും മന്ത്രിയുടെ കുടുംബവും ദക്ഷിയും എല്ലാവരും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചിന്നുന്റെ കഥ കഴിയും. അതോടെ അവളുടെ ശല്യം തീരും. എന്റെ അനിയത്തിയുടെ ശല്യം എന്നേക്കുമായിട്ട് തീരും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇതോടെ മഹിയും ദക്ഷിയായിട്ടുള്ള വിവാഹവും മുടങ്ങും.